ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആട്ടോ. അങ്ങനെ ചുമ്മാ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രം എടുക്കുക. എന്നിട്ട് അതിലോട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഗുഡ് ലൈഫിൻ്റെ പാലാട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് നോ ഫാറ്റ് മിൽക്കാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു കപ്പ് പാൽ ഞാൻ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരാൾക്ക് റെഡിയാക്കി എടുക്കുന്നതാട്ടോ പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ഇനി ഇതിലേക്ക് ചിയാ സീഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് കേട്ടോ ചിയാ സീഡ്. നമ്മൾ സാധാ പാർട്ടിക്കൊക്കെ പോയാൽ വെള്ളത്തിലൊക്കെ കിടക്കുന്നത് ഈ സീഡല്ല, അത് കസ്കസാണ്. ഈ കസ്കസും ചിയാ സീഡും രണ്ടും രണ്ടാണ് കേട്ടോ. ചിയാ സീഡ് കുറച്ചും കൂടി ലൈറ്റ് കളറാണ് ഉണ്ടാവുക. രണ്ടിലും ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെങ്കിലും കുറച്ചും കൂടി കൂടുതലുള്ളത് ചിയാ സീഡിലാണ്. നമ്മൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ചിയാ സീഡാട്ടോ. ഇത് വെറും വയറ്റിൽ 1 വീക്ക് കുടിക്കുമ്പോൾ തന്നെ റിസൾട്ടൊക്കെ കാണിച്ചു തുടങ്ങും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കസ്കസ് ഇതാട്ടോ. ഇതൊന്നും കൂടി കറുപ്പ് കളറിലാണ് ഉണ്ടാവുക. പിന്നെ വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. രണ്ടും വെള്ളത്തിലിട്ടാൽ ജെല്ലി പരുവത്തിലാവും. പക്ഷെ ഒന്നും കൂടി എളുപ്പത്തിൽ കുതിർന്ന് കിട്ടൽ ഈ കസ്കസാണ്. ഇതിന് സബ്ജ സീഡ് എന്നും അതുപോലെ ബേസിൽ സീഡ് എന്നൊക്കെ പറയും. ഇത് നമ്മൾ പൊതുവേ യൂസ് ചെയ്യൽ വെള്ളം കലക്കാൻ അങ്ങനത്തെ ഒക്കെ പരിപാടികൾക്ക്, ഡെസേർട്ട്, പുഡിങ് ഇതൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എടുക്കുന്നത് ഇതാ ചിയാ സീഡാട്ടോ. അതിൽ നിന്നൊരു 2 സ്പൂണ് ഞാൻ ആ പാലിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിക്സ് ചെയ്യാണ്ട് നമ്മൾ അങ്ങനെ തന്നെ വെച്ചാൽ ഇതിങ്ങനെ കട്ട പിടിച്ചും കൂടായിരിക്കും കുതിർന്ന് വരിക. അതുകൊണ്ട് നമ്മൾ ചിയാ സീഡ് ഇട്ടേക്കന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് രാവിലെ എടുക്കാം കേട്ടോ. 2 hours സോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയും കഴിക്കുന്നവരുണ്ട്. പക്ഷേ ഒന്നും കൂടി ബെസ്റ്റ് നമ്മൾ തലേന്ന് രാത്രി ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുക്കുന്നതാണ്. ഇപ്പം നമ്മളിതാ രാവിലെ എടുക്കുമ്പോൾ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇതുപോലെ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ടാവും. ചിയാ സീഡ് നമ്മൾ ആഡ് ചെയ്ത ഉടനെ തന്നെ കഴിക്കാൻ പാടില്ല കേട്ടോ. ഇതുപോലെ നന്നായിട്ട് സോക്കായിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പോമോഗ്രാനൈറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു റോബസ്റ്റ പഴം, അതും കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആപ്പിൾ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ സ്ട്രോബെറിയോ ബ്ലൂബെറിയോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പംകിൻ സീഡും വാൽനട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബദാമോ നട്ട്സോ അല്ലെങ്കിൽ സൺഫ്ലവർ സീഡൊക്കെ ചേർത്ത് കൊടുക്കാം. ഫൈനലി കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം കേട്ടോ. ഇനി ഹണി വേണ്ടാന്നുള്ളവർക്ക് ഈ സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്യാം. പകരം നമുക്ക് ഡേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ ഭയങ്കര സിമ്പിളാട്ടോ. അതുപോലെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കുള്ള ഡൗട്ടായിരിക്കും, ഇതൊക്കെ രാവിലെ കഴിച്ചാൽ വയറ് നിറയുമെന്ന്. വയറ് മാത്രമല്ല, മനസ്സും നിറയും. നമ്മൾ പുട്ടും കടലയും അതുപോലെ ദോശയും കറിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ വയറൊക്കെ നിറയും കേട്ടോ. പിന്നെ ഇത് കാണുമ്പോൾ സംഭവം നമ്മുടെ ദോശയും കറിയൊക്കെ പോലെ തോനെ കാണുന്നില്ലെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വയറൊക്കെ ഫുൾഫില്ലായിട്ട് നിൽക്കും കേട്ടോ. മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ എല്ലാ ദിവസവും സെയിം ഫ്രൂട്ട്സ് ആക്കാതെ ഫ്രൂട്ട്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇടയ്ക്ക് മാറ്റം വരുത്തിയിട്ട് ചേർക്കുകയാണെങ്കിൽ നമുക്ക് എന്നും ഒരേ രീതിയിൽ കഴിക്കുന്നതിന് ഒരു മടുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കുന്നത് നല്ലതാണ്, ഹെൽത്തി അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഓൾ എന്ന് പ്രസ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.